നവയെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോ ആനന്ദം കൊണ്ടു നിറയുന്നു മനസ്സ്, മോദമേറുന്നു. ആശ്വാസം നൽകി പാരിലെ വാസത്ത ഉള്ളം നീറുന്നേ. ഈ മരുവാസത്തെ വേർതിരിഞ്ഞിടുക നാശയേറുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത രാജ്യത്തിലെന്നു ചേരുമോ? രാജപുരോഹിതരായ വരവിടെ വാസം ചെയ്യുമേ. നവയെരുശലേം പാർപ്പിടം തന്നിലെ വാസമോർക്കുമ്പോൾ ആനന്ദം കൊണ്ടു നിറയുന്നേ മനസ്സ്, മോദമേറുന്നേ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുമാറാകട്ടെ. രക്ഷിക്കുന്ന യേശു കർത്താവ് എന്ന വിഷയത്തെക്കുറിച്ച് അല്പമായി ദൈവവചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. അതിനായി വിശുദ്ധ വേദഭാഗം 119 സങ്കീർത്തനം 145 146 തിരുവചനം. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് ഉത്തരം അരുളേണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ. ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കുന്നു. ഹല്ലേലൂയ. ഇപ്പൊ ഒരു ദൈവ പൈതൽ എപ്രകാരം ദൈവത്തോട് അപേക്ഷിക്കണം, പ്രാർത്ഥിക്കണം, എങ്ങനെയായിരിക്കണം ദൈവത്തോട് അടുത്ത് വരേണ്ടത് എന്നതിനെ കുറിച്ചാണ് ദൈവത്തിന്റെ വചനത്തിലൂടെ വായിച്ചു കേൾക്കുവാൻ ഇടയായിത്തീർന്നത്. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യേശു കർത്താവിനോട് അപേക്ഷിക്കണം. നമ്മുടെ ആവശ്യങ്ങൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രം, നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ യേശു കർത്താവിന്റെ അരികിൽ കൊണ്ടുവരുവാനായി അരുളി ചെയ്തു. ഹല്ലേലൂയ. അപ്പോ നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് ചെയ്യുവാനായി സ്വയമായി ചെയ്യുവാൻ കഴിയാത്തതായ വിഷയങ്ങൾ നാം ദൈവത്തിൽ ആശ്രയിക്കുന്നു. മനുഷ്യർക്ക് അസാധ്യമെങ്കിലും ദൈവത്തിന് സകലവും സാധ്യമായിരിക്കുന്നു. അപ്പൊ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുമ്പോൾ ദൈവം നമുക്ക് ഉത്തരം അരുളുന്നു. എങ്ങനെയെങ്കിലും ആരെങ്കിലും പ്രാർത്ഥിച്ച് നമുക്ക് വിടുതൽ കിട്ടണം എന്നുള്ളതല്ല. നാം വ്യക്തിപരമായി നാമും ദൈവവും തമ്മിലുള്ള ആ ഒരു അപ്പനും മക്കളും എന്ന ആ ഒരു പദവിയിലേക്ക് നാം എത്തിച്ചേരേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്പനും മക്കളും എന്ന രീതിയിൽ ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് വരണമെങ്കിൽ നാം നമ്മുടെ ജീവിതങ്ങളിലെ കുറവുകൾ യേശുവിനോട് ആദ്യം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഹല്ലേലൂയ ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവവചനത്തിലൂടെ ദൈവം അരുളി ചെയ്തിരിക്കുന്ന ദൈവത്തിന്റെ വചനങ്ങളാണ് മാനസാന്തരപ്പെടുക. പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതങ്ങളിലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്, എന്നോട് മനസ്സലിയണമേ, എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് യേശുവിനോട് പ്രാർത്ഥിക്കുവാൻ മനസ്സുണ്ടെങ്കിൽ നിന്റെ പാപം എത്ര കടുംചുവപ്പായാലും അത് ഹിമം പോലെ വെളുപ്പിക്കും, രക്താംബരം പോലെ ആയാലും അത് പഞ്ഞി പോലെ ആക്കി തീർക്കുമെന്ന് ദൈവത്തിന്റെ വചനം മുമ്പേ പഠിപ്പിക്കുന്നു. ഹല്ലേലൂയ. അപ്പോ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. ഇന്ന് നാം ഓരോ മനുഷ്യരെയും നോക്കുമ്പോൾ എത്ര തന്നെ പാപങ്ങൾ ചെയ്താലും ഞാനൊരു പാപവും ചെയ്യുന്നില്ല, ഒരു കുറ്റബോധം അവർക്ക് വരുന്നില്ല. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു, ഒരു വ്യക്തിയിൽ പരിശുദ്ധാത്മാവാകുന്ന ദൈവം കടന്നു വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുന്നു. അപ്രകാരം ഒരു പാപബോധമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ ഞാനൊരു പാപിയാണെന്ന് ഒരു തോന്നൽ അവരുടെ ഹൃദയത്തിലിരുന്ന് ദൈവത്തിന്റെ ആത്മാവ് അവരോട് അരുളി ചെയ്യും. ഹല്ലേലൂയ. ആമേൻ. സങ്കീർത്തനക്കാരൻ പറയുന്നത് പോലെ, കർത്താവേ, സ്വമേധ പാപങ്ങളെ എന്നോട് അകറ്റേണമേ. നമ്മെ മുറുകെ പറ്റുന്ന പാപങ്ങളുണ്ട്. ഹല്ലേലൂയ. ഇതിന്നൊക്കെ നമ്മെ രക്ഷിക്കുവാനായി കഴിയും. നമുക്ക് സ്വയമായി രക്ഷപ്പെടുവാൻ പലപ്പോഴും കഴിയാത്ത വിധത്തിൽ പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് വെച്ച് തെരഞ്ഞുകൊണ്ട് നടക്കുന്നു. എന്നാൽ പിശാചിന്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ എന്ന് ദൈവവചനം നമ്മോട് ചോദിക്കുന്നു.
പിശാചിന്റെ തന്ത്രങ്ങൾ അറിയുന്നവരാകയാൽ നാം ദൈവത്തിന്റെ വചനത്തിലൂടെ ദൈവാത്മാവ് നമ്മോട് അരുളി ചെയ്യുന്നത്, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ നമ്മോട് കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് ദൈവം അയച്ചു തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥനായിട്ടാണ് അവൻ വന്ന് നിങ്ങളെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തുകയും എന്നേക്കും സകല സത്യത്തിലും നമ്മെ വഴി നടത്തേണ്ടതിനായിട്ടാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ, ഹല്ലേലൂയ, നമ്മോട് കൂടെ ആക്കിയിരിക്കുന്നത്. ആമേൻ. അപ്പോൾ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് പാപം കൂടാതെ നിലനിൽക്കാൻ കഴിയുകയുള്ളൂ. ഈ പാപം നിറഞ്ഞ ലോകത്തിൽ പാപം കൂടാതെ വിശുദ്ധിയോടെ നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് നമുക്ക് സഹായകനായി പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ നമ്മുടെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു പാപിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്ന് പറയുമ്പോൾ, പാപിയായിരിക്കുന്ന ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ അവരവർ തന്നെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഹല്ലേലൂയ. അപ്രകാരം പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഒരു ശുദ്ധ മനസാക്ഷിയുള്ള ഒരു മനുഷ്യൻ അടുത്തതായി ചെയ്യേണ്ടത്, യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് വരേണമേ എന്ന് യേശുവിനെ ക്ഷണിക്കേണ്ടത് ആവശ്യമാണ്. യേശുവേ, അങ്ങ് എൻ്റെ പാപത്തിന് വേണ്ടിയാണ് കാൽവരി ക്രൂശിൽ മരിച്ചത് എന്നും മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ദൈവമായി ജീവിക്കുന്നു എന്ന് നിത്യ നരകത്തിൽ നിന്നുള്ള രക്ഷയ്ക്കായി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ താങ്കൾ രക്ഷിക്കപ്പെടുവാൻ ഇടയായി തീരും. ഹല്ലേലൂയ. അങ്ങനെ രക്ഷയുടെ അനുഭവം പ്രാപിച്ചതായ, പാപമേറ്റു പറഞ്ഞുപേക്ഷിച്ച് യേശുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു വ്യക്തി അടുത്ത സ്റ്റെപ്പായി ചെയ്യേണ്ടത്, യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിൽ ഇറങ്ങി സ്നാനമേൽക്കേണ്ടത് ആവശ്യമാണ്. യേശു സ്നാനമേറ്റപ്പോൾ സ്വർഗം തുറന്ന് പിതാവായ ദൈവം സാക്ഷിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. ആ സമയത്ത് ഹല്ലേലൂയ, സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവ് പ്രാവുന്ന പോലെ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു. നാമും ഇതുപോലെ പാപങ്ങൾ യേശുവിനോട് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് മാനസാന്തരപ്പെട്ടതായ ഒരു വ്യക്തി യേശുവിനെ രക്ഷകനായി ഹൃദയത്തെ സ്വീകരിച്ച് രക്ഷയുടെ അനുഭവം പ്രാപിച്ചിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് യേശു കാണിച്ച മാതൃക പ്രകാരം വെള്ളത്തിലിറങ്ങി സ്നാനമെടുത്ത് അടുത്ത സ്റ്റെപ്പാണ് പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തെ നാം പ്രാപിക്കേണ്ടത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം നാം പഠിക്കുമ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരും യേശുവിൻ്റെ അമ്മ മറിയ ഉൾപ്പെടെ 120 പേർ ഒരുമിച്ച് മർക്കോസിന്റെ മാളിക മുറിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവിടെ കൂടിയിരുന്ന സകല ജനത്തിന്റെ മേലും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ ശക്തി വന്ന് അവർ അന്യഭാഷയിൽ സംസാരിച്ചു തുടങ്ങി. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവിന്റെ ശക്തി വന്നു കഴിഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ പിതാവിനോട് കേട്ട വാഗ്ദത്തത്തിനായി പരിശുദ്ധാത്മാവ് പ്രാപിക്കുന്നതിനായി കാത്തിരിക്കണം. നിങ്ങൾ കാത്തിരുന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളം യേശു കർത്താവിന്റെ സാക്ഷികൾ ആകണം എന്ന് ദൈവത്തിന്റെ കൽപ്പനയാണ്. ഹല്ലേലൂയ, ആമേൻ. പരിശുദ്ധാത്മാവിന്റെ ശക്തി പ്രാപിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവാകുന്ന ദൈവം, ഹല്ലേലൂയ, ഓരോ മനുഷ്യന്റെ ഹൃദയത്തിൽ പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ ഒരു പാപബോധം കൊടുത്ത് ആ പാപത്തിൽ നിന്ന് അവരെ രക്ഷിക്കുവാനായി പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവാകുന്ന ദൈവമേ, ആ വ്യക്തിയോട് ഇടപെടണമേ, ആ വ്യക്തിക്കൊരു മാനസാന്തരം നൽകണമേ, പാപം കൂടാതെ നിലനിൽപ്പാനുള്ള ദൈവകൃപ പകരണമേ, അവരെ നിത്യജീവനായി ഒരുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അബ്രഹാം തൻ്റെ സഹോദരപുത്രനായ ലോത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ, ഹല്ലേലൂയ, ആ ദേശത്തിലെ സകല മനുഷ്യരും ദുഷ്ടത പ്രവർത്തിച്ച് ആകാശത്തുനിന്ന് തീയിറക്കി ദൂതന്മാർ കടന്നു വന്നപ്പോൾ
ഹല്ലേലൂയ. അതിൻ്റെ മധ്യത്തിലും അബ്രഹാമിൻ്റെ ദൈവത്തെ ആരാധിക്കുന്ന അബ്രഹാം ഏത് സ്ഥലത്ത് പോയാലും അവിടെയെല്ലാം യാഗപീഠം പണിത് ദൈവത്തെ ആരാധിച്ച വ്യക്തിയായിരുന്നു. അപ്പൊ ദൈവത്തിന്റെ സ്നേഹിതനായി ഹല്ലേലൂയ അബ്രഹാം ആയിരിക്കുമ്പോൾ അബ്രഹാമിന്റെ പ്രാർത്ഥന കേട്ട് ലോത്തിനെ ദൈവം ആ നാശത്തിൽ നിന്ന് വിടുവിക്കുന്നു. ഇതുപോലെ നമുക്കും നമ്മുടെ അരികിലേക്ക് ദൈവം കൊണ്ടുവരുന്ന ഓരോ വ്യക്തികളെയും തള്ളിക്കളയാതെ ആമേൻ അവരുടെ ജീവിതങ്ങൾ കണ്ടാൽ ഒരിക്കലും പൊരുത്തപ്പെട്ടു പോകാൻ കഴിയുകയില്ല. എങ്കിലും ദൈവം നമ്മുടെ അരികിൽ കൊണ്ടുതരുന്നത് നാം മുഖാന്തരം, നമ്മുടെ പ്രാർത്ഥന മുഖാന്തരം അവരെ ദൈവസന്നിധിയിൽ അടുപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ് എന്ന് നാം മറന്നു പോകരുത്. ആയതിനാൽ ഇന്ന് ആളുകളിൽ നാം ചെയ്യേണ്ടത് പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കണം. അപ്പൊ ദൈവം നമുക്ക് ഉത്തരമരുളും. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും, ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു, എന്നെ രക്ഷിക്കണമേ, ഞാൻ നിന്റെ സാക്ഷ്യങ്ങളെ പ്രമാണിക്കും. യേശു കർത്താവ് നമുക്കൊരു വിടുതലും സൗഖ്യവും സമാധാനവും തരുമ്പോൾ ആ സാക്ഷ്യം നാം മറ്റുള്ളവരോട് അറിയിക്കേണ്ടത് ആവശ്യമാണ്. ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യം ഉളവാക്കുന്നു. എന്തിനു വേണ്ടി എന്നാൽ ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വപ്പെടുന്നതിന് വേണ്ടി മാത്രമാണ്. ഹല്ലേലൂയ. സകല മഹത്വവും യേശു കർത്താവിന് മാത്രമേ അർപ്പിക്കുവാനായിട്ട് ഉള്ളൂ. അപ്പോൾ മാനസാന്തരപ്പെട്ടൊരു വ്യക്തി സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 15-ാമത്തെ തിരുവചനത്തിൽ പഠിക്കുന്നത് പോലെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നു. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണമെന്ന് കാണുന്നു. ഹല്ലേലൂയ. ഈ തീപ്പൊയ്കയിൽ വീഴാതിരിക്കുന്നതിന് വേണ്ടി എത്ര വേഗത്തിൽ ഹല്ലേലൂയ പൂർണ്ണ ഹൃദയത്തോടെ യേശുവേ, ഞാനൊരു പാപിയാണ്, എൻ്റെ പാപം ക്ഷമിക്കണമേ, ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ എന്ന് ബർത്തിമായി എന്ന കുരുടൻ നിലവിളിച്ചപ്പോൾ യേശു കർത്താവിൽ നിന്ന് അവന് കാഴ്ച കൊടുത്തു. നമ്മുടെ ഏത് വിഷയങ്ങളായാലും നമുക്ക് സ്വയമായി ചെയ്തെടുക്കാൻ കഴിയാത്ത വിഷയങ്ങൾ യേശു കർത്താവിനോട് അപേക്ഷിച്ചാൽ അത് ഉപേക്ഷിക്കാതെ നിറവേറ്റി തരുന്ന ഹല്ലേലൂയ പാപജീവിതത്തിൽ നിന്ന് വിടുവിച്ച് യേശുവിൻ്റെ മക്കളായി ഹല്ലേലൂയ അപ്പനും മക്കളുമായി ആ വിശുദ്ധിയോടെ നിലനിന്നുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അപേക്ഷകൾ കേൾക്കുകയും മുൻപേ അവന്റെ രാജ്യവും നീതി അന്വേഷിക്കാം. ദൈവത്തിന്റെ രാജ്യവും നീതി അന്വേഷിച്ച് ദൈവത്തിന്റെ വചനങ്ങളും കൽപ്പനകളും അനുസരിക്കുമ്പോൾ നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സകലതും കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. ഏദൻ തോട്ടത്തിൽ മനുഷ്യർക്ക് ആവശ്യമായ സകലതും സൃഷ്ടിച്ചതിന് ശേഷമാണ് കർത്താവ് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്. അപ്പൊ നമുക്ക് ആവശ്യമായ സകലതും ദൈവം ഒരുക്കിയിരിക്കുന്നു. ഇത് കാണുവാൻ നമ്മുടെ കണ്ണുകൾ കുരുടായിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. മരുഭൂമിയിൽ ഹാഗാർ കുഞ്ഞുമായി നിലവിളിക്കുമ്പോൾ അവളുടെ അരികിൽ നീരുറവുണ്ടായിരുന്നു. എന്നാൽ അവളുടെ കണ്ണടഞ്ഞിരുന്നതിനാൽ അവളുടെ ആത്മീയ കണ്ണ് തുറക്കുവാൻ കഴിയാതെ അവൾക്ക് ഹല്ലേലൂയ നീരുറവ് കാണുവാൻ കഴിഞ്ഞില്ല. ഇതുപോലെ പലപ്പോഴും നമ്മുടെ മുന്നിലിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ ഹൃദയദൃഷ്ടികൾ കുരുടാക്കിയിരിക്കുന്ന അവസ്ഥകളാണ്. എന്നാൽ ദൈവത്തോട് നാളുകളിൽ നാം പ്രാർത്ഥിക്കേണ്ടത് യേശുവേ, ദൈവശബ്ദം കേൾക്കുവാൻ തൊക്കൊണ്ട് എൻ്റെ കാതുകളെ ഒന്ന് ശുദ്ധീകരിക്കണമേ. കർത്താവേ, സ്വർഗീയ ദർശനങ്ങൾ കാണുവാൻ തൊക്കൊണ്ട് എൻ്റെ ഹൃദയ ദൃഷ്ടി ഒന്ന് പ്രകാശിപ്പിക്കണമേ. ദൈവശബ്ദം കേട്ടുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരുവാൻ കഴിയും. പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനനുസരിച്ച് മുന്നോട്ട് പോയാൽ സന്തോഷവും സൗഖ്യവും സമാധാനവും നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാനും ഈ ഭൂമിയെ സന്തോഷത്തോടെ ജീവിക്കുന്നതോടൊപ്പം ഹല്ലേലൂയ ഇന്ന് മരിച്ചാലും നമുക്ക് നിത്യജീവനിൽ എത്തിച്ചേരുവാൻ ഹല്ലേലൂയ യേശു കർത്താവിനോട് കൂടെ യുഗായുഗം അവസാനിക്കാത്ത നാളുകളൊക്കെയും യേശുവിനോട് കൂടെ വസിക്കുവാനായി കഴിയും. അതിനായി നമ്മെ സഹായിക്കണമേ. നമുക്കെല്ലാം ഒരുമിച്ച് യേശുവിനോട് പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ. സ്നേഹവാനായ നല്ല ദൈവമേ കർത്താവേ, ഒരിക്കൽ കൂടി അങ്ങയുടെ സന്നിധിയിൽ കടന്നു വരുവാൻ അങ്ങേ നോക്കി സ്തുതിപ്പാനൊരു അവസരം കൂടി ഒരുക്കി തന്നതിനായി നന്ദി പറയുന്നു. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ദൈവം അനുഗ്രഹിക്കണമേ. ആവശ്യമായ സന്തോഷവും സൗഖ്യവും സമാധാനവും നൽകി നിത്യജീവനായി സകല ജനത്തെയും ഒരുക്കണമപ്പ.
വിവിധ വിഷയങ്ങളായി പ്രാർത്ഥനയോടായിരിക്കുന്ന ഓരോ മക്കളുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടി അപ്പൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നിങ്ങൾക്ക് അസാധ്യമായ കാര്യങ്ങൾ യേശു കർത്താവിൻ്റെ അരികിൽ കൊണ്ടുവരുവാൻ അരുളി ചെയ്ത കർത്താവെ, ഞങ്ങളുടെ വിഷയങ്ങൾ സ്തോത്രത്തോടുകൂടെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന നാഥ, അങ്ങ് ശ്രദ്ധ വെച്ച് കേട്ട് തക്ക സമയം മറുപടി നൽകി മാനിച്ച് അനുഗ്രഹിച്ച് സകലരെയും നിത്യജീവനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെയും ഭൂമിയിലെയും സകല ആത്മീയ അനുഗ്രഹത്താൽ നിറയപ്പെട്ടവരായി നിത്യജീവന് വേണ്ടി ഒരുങ്ങുവാൻ ദൈവം സഹായിക്കണമേ. കർത്താവെ, പരിശുദ്ധാത്മാവ് തന്നെ സകലരെ നിയന്ത്രിക്കണമേ, നടത്തണപ്പാ. പാപം കൂടാതെ വിശുദ്ധിയുടെ നിലനിൽപ്പാൻ അങ്ങ് സഹായിക്കും. അനുഗ്രഹിക്കും, മാനിക്ക് കൃപയ്ക്കുള്ളിൽ മറച്ചുകൊണ്ട് യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. യേശുവിന്റെ സമാധാനം സകല ഹൃദയങ്ങളിൽ നിറയും.